ഞാൻ എൻ്റെ കുടുംബവുമായിട്ടൊരിക്കൽ വാൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചുമ്മാ ടൂർ പോയപ്പോ എൻ്റെ മൂത്ത കുട്ടിക്ക് പനിയായപ്പോൾ അവിടെ തേയിലത്തോട്ടത്തിനിടയിലുള്ള ഒരു ചെറിയൊരു ക്ലിനിക്കിൽ കുട്ടിയെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പൊ മലയാളികളൊന്നുമില്ല, അദ്ദേഹം എല്ലാം തമിഴരാണ്. കൂടുതലും ആർക്കും എന്നെയൊന്നും അങ്ങനെ അറിയൊന്നുമില്ല, സാധാരണക്കാരായ തമിഴരാണ്. ഒരു കുഞ്ഞ് ക്ലിനിക്കാണ്. ഞാൻ അവിടെ കയറി എൻ്റെ മോളെ മടിയിലിരുത്തി. അപ്പൊ എന്നെ കണ്ടപ്പോൾ തൊട്ട് ഡോക്ടർ എന്തൊക്കെ അസ്വസ്ഥത പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. മോളുടെ കഷത്തിൽ തെർമോമീറ്ററും വെച്ച ശേഷം ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഈ ഡോക്ടർ ഒറ്റ ചിരി അങ്ങ് ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ മലയാളിയാണ്. ഷാരടിനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് നിങ്ങൾ ട്രംപുമായിട്ട് വർത്താനം പറയുന്ന വീഡിയോ ഓർമ്മ വന്നിട്ട് ചിരി വരികയാണ്. നിങ്ങളുടെ കൊച്ചിന് പനിയാണ്, ഈ സമയത്ത് ഞാൻ ചിരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല, ഞാൻ ചിരിച്ചു പോയി എന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യമൊന്നും മുതല, കാരണം അതൊരു വലിയ ഭാഗ്യമാണ്. നമ്മളെ കാണുമ്പോൾ ഇന്ന് നമുക്ക് കരയാൻ പല കാരണങ്ങളുള്ളപ്പോൾ, നമുക്ക് ടെൻഷൻ അടിക്കാൻ പല കാരണങ്ങളുള്ളപ്പോൾ, ഒരാളെ കാണുമ്പോഴെങ്കിലും ഒരാളുടെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ട്. ആ ചിരിക്കും മൃഗശാലയെ കുരങ്ങനെ കണ്ട് ചിരിക്കുന്ന പോലെയാണെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. ആ ചിരി വരുത്താൻ സാധിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ആ ചിരികളാണ് നമ്മളുടെ ഓരോ ദിവസത്തെയും മുന്നിലേക്കുള്ള പ്രയാണം. ചിരി ഒരു വികസന പ്രക്രിയയാണ്. 2 ഇഞ്ചിന്റെ ചുണ്ടിനെ 4 ഇഞ്ചാക്കി വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചിരി. ഇനി ഞാൻ വളരെ പെട്ടെന്ന് 2-2.5 മിനിറ്റ് മാത്രം, ഞാൻ ഇനി പ്രസംഗിക്കുന്നതിനോ തമാശ പറയാനോ ഒന്നും മുതിരുന്നില്ല. അതിനൊക്കെയുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈനോട്ട് അഡ്രസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും പറഞ്ഞത്. ഇനി സ്പീഡ് കൂട്ടിയൊരു പരിപാടി കാണിക്കുക. ഇത്രയും പതുക്കം മിണ്ടുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം. അപ്പൊ വളരെ വേഗത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ഞാൻ തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ഇനമാണ്. പല സ്ഥലങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുള്ള ഇനമായിരിക്കും. പക്ഷെ അവതരണത്തിന്റെ ഇടയിൽ നിന്ന് പല മിമിക്രി പരിപാടികളും മറ്റുള്ളവർ കട്ടുകൊണ്ട് പോകുന്നതിലും ഇന്നുവരെ ആരും കട്ടുകൊണ്ട് പോയിട്ടില്ലാത്ത ഒരു ഇനമാണിത്. വ്യഞ്ജനാക്ഷരങ്ങളുടെ എന്താ അപ്പൊ ഇതെന്നെ ഇത് വേണോ? ഞാനോർത്ത് നിർത്താൻ പറയാൻ വന്നതാണ്. ചേട്ടൻ ഞാൻ ഇതുമായിട്ട് സിങ്ക് ആയി. ഇത് മതി, ഇതാണ് കേൾക്കുന്നുണ്ടല്ലോ, മതി. എന്റെ 2 കൈ എടുത്ത് സംസാരിക്കുക. താങ്ക് യു കേട്ടോ. വേണ്ട, ഇനി ഞാൻ അങ്ങോട്ടൊക്കെ പോയി നിന്ന് കഴിയുമ്പോഴേ പിടിവിട്ടു. അപ്പൊ മൈക്ക് തന്ന ചേട്ടൻ ഒരു കൈയ്യട് കൊടുക്കുന്നേ. പുള്ളിയെ സ്നേഹമായിട്ട് എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല, പുള്ളി മൈക്കിൽ. അപ്പോ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ക എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നു. കായ്ക്ക് എന്തുമാത്രം കഴിവുകളുണ്ട് തുടങ്ങി കായുടെ കഴിവുകളെ കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഇനമാണ്. ശ്രദ്ധയേറിയ വീക്ഷണം ആവശ്യമായ ഒരു ഇനമാണ്. തലച്ചോറ് നാക്കുമായിട്ടുള്ള കണക്ഷൻ വിടിയിച്ചുകൊണ്ടുള്ള ഒരു ഇനമാണ്. ശ്വാസം വിടുന്ന ഗ്യാപ്പുകളിൽ ഞങ്ങളുടെ കൈയടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് കായുടെ കഴിവുകളെ കുറിച്ച് ഞാൻ വളരെ വേഗത്തിൽ പറയാൻ പോവാണ്. എന്ന് പിടിച്ചോ. കലാകേരളത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈയടികൾ കൊണ്ട് കുളിരും ഒരുമിക്കാനെ കൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് കൂപ്പോയിക്കൊള്ളാം. കൈക്കാണ് കാരങ്ങളിൽ കട്ടി കുട്ടികൾ ഏഷ്യയിലെ ക്രിക്കറ്റിൽ 2 കളിക്കാർമെന്ന കോഴിയിൽ ഒരു കമ്പിളി കുമ്പിളെ കനക്കർ കപ്പത്തുള്ള കകാരന്മാരല്ലേ അമേരിക്കയിൽ ഒരു